ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ വരാം. ശ്രീ ഉപേന്ദ്രനാരായണൻ, എന്നെ കേൾക്കാമല്ലോ? നമ്മൾ ഈ റോഡ് സേഫ്റ്റി എപ്പോഴും ചർച്ചയാവുന്നതാണ്. റോഡുകളിലെ പ്രശ്നങ്ങൾ, യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, സുരക്ഷിതത്വമില്ലായ്മ, റോഡിൻ്റെ അപാകതകൾ, അതൊക്കെ ചർച്ച ചെയ്യും. ട്രെയിനിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഒരു സുരക്ഷിത യാത്രയാണ് ട്രെയിൻ നമുക്ക് നൽകുന്നത് എന്നതാണ്. പക്ഷെ അവിടെ പതിയിരിക്കുന്ന അപകടം എന്ന് പറയുന്നത് സഹയാത്രക്കാരാണ്. സ്ത്രീകളെ ഒറ്റയ്ക്ക് കണ്ടാൽ സ്ത്രീകൾ അപ്പോൾ വാതിൽ നിന്ന് മാറി നിന്നില്ല എന്നതാണ് ഇവിടെ ഒരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. വാതിൽ നിന്ന് യാത്ര ചെയ്യുന്ന എത്ര പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്ത് ഒരു സമയം പോലും സീറ്റിലിരിക്കാതെ ആ വാതിലിൽ നിന്നായിരിക്കും യാത്ര ചെയ്യുന്നത്. മറ്റുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെന്തോ വാതിൽ നിന്ന് മാറി നിന്നില്ല എന്ന ഒരു കാരണമാണ് പറയുന്നത്. അതാണ് പ്രകോപനം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലും പ്രകോപനമായി പോകും. അപ്പോൾ ആ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ഇത്ര സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ടായിട്ടും നമ്മൾ അതൊക്കെ ചർച്ച ചെയ്തിട്ടും സുരക്ഷ ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങളും മറ്റുമൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടും അതൊന്നും പാലിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ ട്രെയിനുകളുടെ എണ്ണം കൂടി, യാത്രക്കാരുടെ എണ്ണവും വളരെയേറെ കൂടിയിട്ടുണ്ട്. ജനറൽ കമ്പാർട്ട്മെന്റുകളിലാണ് ഇങ്ങനെയുള്ള അനിശ്ചിതാവസ്ഥ നിലവിലുള്ളത്. മറ്റ് റിസർവ് കമ്പാർട്ട്മെന്റിലും ഉണ്ട്. പക്ഷെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇങ്ങനെയുള്ള ഡ്രങ്കേർഡ്സിന് ട്രെയിനിൽ കയറാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു നടപടി RPF ഭാഗത്തു നിന്നുണ്ടാകണം. കാര്യം ഈ മദ്യപാനം ട്രെയിനിനകത്ത് പാടില്ല എന്ന് നിയമമുണ്ട്. പക്ഷേ മിസ്റ്റർ സുഭാഷ് ബാബു പറഞ്ഞ പോലെ മദ്യപിച്ച് ലെക്ക് കെട്ടവന് ട്രെയിനകത്തേക്ക് കയറാം. അതിനൊരു തടയിടൽ ആവശ്യമാണ്. അതായത് നമ്മുടെ റെയിൽവേ പോലീസ് പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ അംഗങ്ങളുടെ എണ്ണം കൂട്ടണം. കൂടാതെ അവരുടെ ബ്രത്ത് അനലൈസർ ഉണ്ടാകണം, ആൽക്കോമീറ്റർ. അപ്പൊ നമ്മുടെ റോഡിൽ പോലീസ് ചെക്ക് ചെയ്യുന്ന മാതിരി ഇങ്ങനെ വളരെയേറെ നിയന്ത്രണം വിട്ട് മദ്യപിച്ച് വരുന്ന ഒരു യാത്രക്കാരനെ ഇറക്കി വിടാൻ ഒരു നിയമം കൂടി വേണം. കാര്യം മറ്റുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് റെയിൽവേയുടെ ചുമതലയാണ്. ഇപ്പൊ നമ്മളുടെ മക്കളെ പഠിക്കാനായാലും ജോലിക്കായാലും നമ്മൾ വിട്ടിട്ട് അച്ഛനും അമ്മയും തീ തിന്നുകയാണ്. കാര്യം ഈ കുട്ടി എപ്പോ വരും, എങ്ങനെ വരും, ട്രെയിൻ ലേറ്റ് ആയാൽ തന്നെ പേടിയാണ്. അപ്പൊ വീട്ടിലെ അമ്മ നീറിപ്പോഞ്ഞാണ് ഇരിക്കുന്നത് ട്രെയിൻ അരമണിക്കൂർ വൈകിയാൽ. അപ്പോ ഇത്തരം അമ്മമാരുടെ മനസ്സിലെ തീ കെടുത്താനായിട്ട് നമ്മുടെ MP-മാർ റെയിൽവേ മന്ത്രാലയത്തിന് കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, അതിനകത്ത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ മെമ്പേഴ്സ് എണ്ണം കൂട്ടണം. അവരുടെ കയ്യിൽ ആൽക്കോമീറ്റർ ഉണ്ടാവണം. അവര് ടിക്കറ്റ് എക്സാമിനറെ മാത്രം പ്രൊട്ടക്ട് ചെയ്താൽ പോരാ. ഇങ്ങനെയുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലുള്ള യാത്രക്കാരെയും മറ്റ് കമ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെയും അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ സെക്യൂർ ആക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. അതിനുള്ള ഡിവൈസസ് അവരുടെ കയ്യിൽ ഉണ്ടാകണം. സ്റ്റേഷനിലും മഫ്റ്റിയിലും മറ്റും പോലീസ് ഉദ്യോഗസ്ഥന്മാര് നടന്ന് ഇങ്ങനെ ആർക്കും എവിടെ എന്തും കയറി വരാവുന്ന ഒരു രീതിയാണ് ഇപ്പോ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉള്ളത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ഒരു പ്രിവെൻഷൻ സിസ്റ്റം നമുക്ക് വേണം. സ്റ്റേഷൻസ് ഒക്കെ സെക്യൂർഡ് ആയിരിക്കണം. അതേപോലെ ഓഫീസർമാരുണ്ടാകുമെന്നതാണ്. നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലയാണ് നമുക്കുള്ളത്. ലോകത്തെ തന്നെ വലിയ റെയിൽ ശൃംഖലകളിൽ ഒന്നാണ് നമ്മളുടേത്. അതിൽ ഏതറ്റം വരെ സുരക്ഷ ഉറപ്പാക്കാം? ഇപ്പോൾ ഇത്രയധികം കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു ട്രെയിനിൽ ഒരു ഉദ്യോഗസ്ഥൻ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ടാൽ തന്നെ എത്രമാത്രം പോസിബിൾ ആകും അത് എന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ ഈ ഇത്രയധികം ട്രെയിൻ ശൃംഖലകൾ ഉള്ള സ്ഥലത്ത് എത്ര തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ എത്ര പേരെ അതിനുവേണ്ടി നിയോഗിക്കേണ്ടി വരും എന്നത് ഒരു കാര്യം. അപ്പോൾ തന്നെയും ഇത് തടയാനാകുമോ എന്നൊരു ചോദ്യം ബാക്കിയാണ്. അതോ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്ന ട്രെയിനുകളുണ്ട്, പ്രീമിയം ക്ലാസ് ട്രെയിനുകളിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. റെയിൽവേ സ്വയം അങ്ങനെ മാറുന്ന തലത്തിലേക്ക്, ട്രെയിനുകൾ അങ്ങനെ സുരക്ഷിതമാക്കി മാറ്റുന്ന തലത്തിലേക്ക് പോകുന്നതാണോ എളുപ്പം? പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? അതായത് യൂറോപ്പിലൊക്കെ ഉള്ള മാതിരിയുള്ള ട്രെയിൻ സമ്പ്രദായം നമുക്ക് വേണം. കാര്യം ഹൈലി സെക്യൂർഡ് ആയിരിക്കും. ആ സെക്യൂരിറ്റിയാണ് നമ്മൾക്കൊരു സുരക്ഷാ ബോധം അച്ഛനും അമ്മയ്ക്കും യാത്രക്കാർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ഇന്ത്യയില് റെയിൽവേ പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രെയിൻ സർവീസ് ഒക്കെ ഇന്ത്യയിലാണ്. പ്രോഫിറ്റബിൾ ആണ്, എഫിഷ്യന്റ് ആണ്. എന്തുകൊണ്ട് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് യുവാക്കളെ ട്രെയിൻഡ് ആയിട്ട് ഈ RPF-ലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് നിയമിച്ചു കൂടാ? കാര്യം നമുക്ക് നമ്മുടെ ജീവനാണ് വില.
നമ്മളുടെ കുട്ടികളുടെ ജീവനാണ് വില. നമുക്ക് സുഖമായിട്ടുള്ള യാത്ര, പ്രത്യേകിച്ചും കേരളം മാതിരി ഒരു സ്റ്റേറ്റ് ടൂറിസത്തിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റോഡുകൾ കുറെ പരാധീനതയുണ്ടെങ്കിൽ തന്നെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ട്രെയിൻ മാർഗമുള്ള യാത്രയാണ്. അത് സേഫ് ആണ്, എക്കണോമിക്കലാണ്. പക്ഷെ അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള ചീത്തപ്പേരുകൾ കേൾക്കത്തക്ക രീതിയിലേക്ക് മദ്യപാന്മാര്, കഞ്ചാവ് അടിച്ച് കിറങ്ങി നടക്കുന്നവരെല്ലാം ഡീസന്റ് ആയിട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി അവരുമായിട്ട് വഴക്കുണ്ടാക്കുക, അവരുടെ മൊബൈൽ തട്ടിപ്പറിച്ച് ഇറങ്ങി ഓടുക. അതേമാതിരി പെൺകുട്ടികൾ സത്യത്തിൽ അവർ ആ ഒരു പാസേജിൽ നിന്നൊക്കെ മാറി നിൽക്കണമായിരുന്നു. അപ്പോ അവിടെ അവരെ തള്ളിയിടുക, ചെറിയ കാര്യത്തിന് തള്ളിയിടുക. കാര്യം മനുഷ്യൻ കുറ്റവാളിയാകാൻ ഇപ്പൊ അധികം സമയം വേണ്ട. മനുഷ്യൻ ക്ഷമയില്ല, പക്വതയില്ല. നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരിലും ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള തീവ്രത വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് ഇട കൊടുക്കാതിരിക്കുകയും ഇതിന്റെ ഒരു പരിഹാര മാർഗമാണ്. കഴിവതും പെൺകുട്ടികൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയ തന്നെയും അവർ കുറെ കൂടെ ഉൾവലിഞ്ഞു നിൽക്കുക. അതായത് പാസേജിലും ഈ മാതിരി ശ്രീ ഉപേന്ദ്രനാരായണൻ, താങ്കൾ ഇത് പറയുമ്പോൾ നോക്കൂ, ഈ സംഭവം നടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. ട്രെയിൻ യാത്രക്കിടെ ഭിന്നശേഷിക്കാരനായ യുവാവിന് നേരെ ആക്രമണം. കൊല്ലം ശാസ്താംകോട്ടയിൽ വെച്ച് ഐലൻഡ് എക്സ്പ്രസ് ട്രെയിനിലാണ് സംഭവം. ഭിന്നശേഷിക്കാരനായ നാസറിനാണ് പരിക്കേറ്റത് എന്നതാണ് ഈ സംഭവം ഉണ്ടായി. ഇത് ചർച്ചയാകുമ്പോഴാണ് ബംഗളൂരുവിൽ നിന്ന് കന്യാകുമാരിക്ക് പോകുമായിരുന്ന ഐലൻഡ് എക്സ്പ്രസിലെ ഭിന്നശേഷിക്കാരുടെ കമ്പാർട്ട്മെന്റിലാണ് ഈ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ താമരക്കുളം സ്വദേശി നാസറിനെ ആക്രമിച്ചു. നാസറിനെ ആക്രമിച്ച ശേഷം അക്രമി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. അപ്പോൾ ഭിന്നശേഷിക്കാരനാണ്, അയാളുടെ കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്തത്, അവിടെ ആക്രമിക്കപ്പെടുകയായിരുന്നു. അപ്പോഴാണ് താങ്കൾ പറയുന്നത് പെൺകുട്ടികളാണെങ്കിൽ കുറച്ച് ഉൾവലിഞ്ഞ് അകത്ത് പോയിരുന്നു, അവിടെയാണെങ്കിൽ സുരക്ഷ കിട്ടും എന്ന് പറയുന്നതാണ്. ഒരു ഭിന്നശേഷിക്കാരൻ്റെ അവസ്ഥ ഇതാണ്. ഈ ആക്രമിക്കപ്പെടുന്നത് എല്ലാ സ്ത്രീകളല്ല, അതിൽ ചിലതൊക്കെ പുരുഷന്മാരുമാണ്. റെയിൽവേക്ക് 2023-24 മാത്രം 4.57 ലക്ഷം പരാതികൾ ട്രെയിനിലെ അക്രമവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഈ 2024-25 ആവുമ്പോൾ 7 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അതൊക്കെ സ്ത്രീകൾ ഉൾവലിഞ്ഞ് അകത്ത് പോകാതിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന സംഭവങ്ങളല്ല. അല്ലല്ല, ഞാൻ സമ്മതിക്കാം. ഞാൻ ഈ പറഞ്ഞ നമ്മുടെ കുട്ടികൾ, കാര്യം 18-19 വയസ്സുള്ള കുട്ടികളാണ് അവർക്ക് ഈ സുരക്ഷാ ബോധമൊന്നും അവരുടെ ചെവിയിൽ എത്തില്ല. കാര്യം അവരുടെ പ്രായം അങ്ങനെയാണ്. അതേപോലെ ഇനി വരാൻ പോകുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ചലഞ്ചസ്, അതായത് ഇനിയിപ്പോ സ്വർണത്തിന് വലിയ രീതിയിൽ വില കൂടിയിട്ടുണ്ട്. ട്രെയിനകത്ത് യാത്ര ചെയ്യുന്നവർ കഴിവതും സ്വർണം ഉപേക്ഷിക്കുക. ട്രെയിനിനകത്ത് സ്വർണം ഉപയോഗിച്ച്, നമ്മൾ ആഭരണം ഉപയോഗിച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. കാര്യം ആൾക്കാര് ഈ പിടിച്ചുപറിക്കാര്, മൊബൈൽ മോഷ്ടാക്കള്, സ്ത്രീകളെ ശല്യം ചെയ്യുന്നവര്, എല്ലാ രീതിയിലും നമ്മുടെ റെയിൽവേ കമ്പാർട്ട്മെന്റുകളൊക്കെ അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു സമയത്ത് പരിഹാര മാർഗം നാം സ്വയം. എന്തായാലും റെയിൽവേക്ക് ഈ ടോൾ ഫ്രീ നമ്പറുകളുണ്ട്, ഈ പെട്ടെന്ന് സഹായത്തിന് വിളിക്കാൻ പറ്റുന്ന നമ്പറുകളുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകൾ ഒക്കെയുണ്ട്. അതെന്തെങ്കിലും റോഡ് സേഫ്റ്റി സുരക്ഷയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന വ്യക്തിയാകുമ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറയുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നോക്കൂ, സ്ത്രീകൾ ഉൾവലിഞ്ഞിരിക്കണം, സ്ത്രീകൾ സ്വർണ്ണം ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും സ്വർണം വീട്ടിൽ വെച്ചിട്ട് പോകണമെന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലും ഇഷ്ടത്തിലും നമ്മൾ നിബന്ധനകൾ വെക്കുകയാണല്ലോ. അങ്ങനെയല്ലല്ലോ. ഒരാൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് എങ്ങനെയാണോ യാത്ര ചെയ്യേണ്ട രീതിയിൽ പോകണം. അവർ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ കാശ് വാങ്ങുന്ന റെയിൽവേക്കുണ്ട്, സുരക്ഷ ഒരുക്കേണ്ടുന്ന മറ്റു നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട്. ആ അധികൃതർ അത് ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് സ്വർണം വീട്ടിൽ വെച്ചിട്ട് ഇറങ്ങിയാൽ സുരക്ഷിത യാത്രയാകും എന്ന് ഗ്യാരണ്ടി ആർക്കും എവിടെയും എഴുതി തരാനൊന്നുമില്ലല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഇപ്പോൾ റെയിൽവേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരാതികളുടെ എണ്ണം ഓരോ വർഷം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ നമ്മളുടെ സമൂഹത്തിലുണ്ടാകുന്ന ഇപ്പോൾ മദ്യപാനമായാലും മയക്കുമരുന്ന് ഉപയോഗമായാലും അങ്ങനെ കൂടി വരുന്ന ലഹരി ഉപയോഗം, അതുവഴി കൂടുന്ന അക്രമങ്ങൾ, അതിൻ്റെ ഒരു ഭാഗം റെയിൽവേയിലും കൂടുന്നു എന്ന് വേണമോ ഈ കൂടി വരുന്ന കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ? അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റെയിൽവേ കുത്തഴിഞ്ഞ സംവിധാനമായി, സുരക്ഷിതത്വമില്ലാത്ത സംവിധാനമായി മാറുന്നു, ഈ അക്രമികളും കൊള്ളക്കാരും ഈ കള്ളന്മാരുമൊക്കെ റെയിൽവേ ലക്ഷ്യമിടുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? എന്താണ് സംഭവിക്കുന്നത്?